ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഘമലയാണ്. ഇവിടെ ഇപ്പോൾ എന്താ കാഴ്ച എന്ന് വെച്ചാൽ ആനകൾ, ഒരു കൊമ്പനാന, ഒരു വേറെ ആന, ഒരു കുട്ടിയാന, ഒരു അമ്മ ആന. ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഫോണിൽ ഇങ്ങനെ കാണില്ല, സൂം ചെയ്താൽ കാണും. ഇത് രാവിലെയാണ്. കൂട്ടിന് എൻ്റെ ഭർത്താവുണ്ട്, മൂക്കിലെന്തോ വലിച്ചേറ്റനൊക്കെ ഉണ്ട്. ബ്രൈറ്റ് ആശാനുണ്ട്, കുട്ടി ട്രൗസറാണ്, ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആനനെ കാണുന്ന മനോഹരമായ രംഗമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഉണ്ടല്ലേ, ബൈനോക്കായിട്ട് രണ്ടുപേര് പോകുന്നുണ്ട്. നമുക്ക് ബൈനോൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അടിപൊളി ഐഫോൺ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കും. കണ്ടാ, കൊമ്പനാണ് വലിപ്പം കുറവ് മൊത്തത്തിൽ. തുമ്പിക്കൈ കൊണ്ട് ഇലയൊക്കെ വലിച്ച് തിന്നണുണ്ട്. കുട്ടിയാനിയും അമ്മാനിയും ഒരു മരത്തിൻ്റെ മറവിക്ക് കയറി, അതുകൊണ്ട് കാണുന്നില്ല. ആനുണ്ട്. മഞ്ഞുമല മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. ശരി, മേഘമല മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. ഇതാണ് എൻ്റെ ഏറ്റവും സുന്ദരനും സുകുമാരനുമായ എൻ്റെ ഭർത്താവ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരൊറ്റയാനനെയും കൊണ്ട്. തേയില തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയാന ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവരിവിടെ ഭയങ്കരമായ പണിയിലാണ്. ഇതാണ് ഇവിടുത്തെ ഈ നാടിനൊരു പ്രത്യേകതയാണ്. ഇവർ തമ്മിലൊരു ബോണ്ടാണ്. കുറച്ച് ദൂരമുണ്ട്. ആന ഓടി വരുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും, അതുകൊണ്ടുള്ള ധൈര്യമാണ്. പക്ഷെ നമുക്ക് ഭയങ്കര സംഭവമല്ലേ, ആനൻ്റെ മുതുവേ കാണുന്നുള്ളൂ. ആന ഫാമിലീനെ മിസ്സായ സങ്കടത്തിലാന്നാ തോന്നുന്നത്. അനക്കൊന്നുമില്ല. ഈ തേയില കഴിഞ്ഞ പുറകോട്ട് കാടാന്ന് തോന്നുന്നു. കൊമ്പൻ ചേട്ടൻ നോക്കണു. ടൂറിസ്റ്റ് ആണെങ്കിൽ നിർത്തി ആനനെ കാണിച്ചു തരാം. Get down the car and just watch it. എങ്ങോട്ട് പോണ്? സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കണ പോലെയാണ് ഇവിടെ ആനകളൊക്കെ നിൽക്കണത്. ആദ്യം അമ്മ, കുട്ടി, അച്ഛൻ, കൊമ്പനാന. ഒരു കുട്ടിക്ക് 2 അച്ഛനാണെന്ന് തോന്നുന്നത്. എന്തായാലും നല്ല ഓർഡറിൽ വൃത്തിക്ക് വരികയായിട്ടാണ് പോണത്. മനുഷ്യന്മാരെ പോലെയൊന്നുമല്ല. ഇവർ ഉറുമ്പുകളുടെ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത്. നല്ല അച്ചടക്കമുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്തെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ കാലൊക്കെ കാട്ടിയിട്ട് രാവിലെ എണിച്ചിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നല്ല രസമാണ്, നല്ല രസം. അപ്പുറത്തൊരു ഡാമാണ്, ഡാം. നമ്മളിപ്പോ ഉള്ളത് ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടം, സുരുളി മുന്തിരിത്തോട്ടം. ഇവിടെ ഒരു വാട്ടർഫാൾസ് തപ്പി വന്ന അവസാനം ഞങ്ങൾ എത്തിയത് ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. കണ്ണെത്താ ദൂരത്തോളം ഇവിടെ മുന്തിരിയാണുള്ളത്. പൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫ്രീ ആണ്, ഫ്രീ വിസിറ്റ് ആണ്. ഇതിന് എൻട്രി ഒന്നുമില്ല. കണ്ടോ, നല്ല കൊലയായിട്ടാണ് മുന്തിരി ഉള്ളത്. അടിപൊളി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ബ്രൈറ്റ്, എങ്ങനെയുണ്ട് മുന്തിരിത്തോട്ടം? കളർ എല്ലാത്തിനും ഒരേതല്ല, പല കളറാ. പിന്നെ വിഷമിട്ടിട്ടുണ്ട്, ചെറിയ പുളിപ്പുണ്ട്, എന്തൊക്കെ പൊടിയൊക്കെ കാണുന്നുണ്ട്. അത് കെമിക്കൽ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ഇത് കെമിക്കലാ, വെള്ളം അത് അടിച്ചിട്ട്. പക്ഷെ ഒരുപാട് ദൂരമുണ്ട്, കുറെ ദൂരം നമുക്ക് പോകാൻ പറ്റാത്ത ഒന്നുമില്ല. സ്നേഹം കൊടുക്കും. മുന്തിരി കണ്ടോ, മുന്തിരി